ഹലോ എക്സാമിനർ CBSE ഫാമിലി. അപ്പോൾ മക്കളെ, നിങ്ങൾ തന്നെ പലരുടെയും പരീക്ഷ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മലയാളത്തിന് മാത്രം കുറച്ച് പേരുടെ പരീക്ഷ ബാക്കി നിൽക്കാനുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ എക്സാമിനറിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഒരുപക്ഷെ കുറേ കുട്ടികൾ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എക്സാമിനറുടെ ക്ലാസ് ഫോളോ ചെയ്തവരായിരിക്കും. ചിലവർ എക്സാമിൻ്റെ ദിവസങ്ങളിൽ മാത്രം എക്സാമിനറിൻ്റെ മാരത്തോൺ ലൈവിലൊക്കെ പങ്കെടുത്തവരായിരിക്കും. എന്തായിരുന്നു എക്സാമിനറുടെ കൂടെയുള്ള നിങ്ങളുടെ ഓവറോൾ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എക്സാമിനറുടെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു 5 മാർക്കിൻ്റെ ഗുണമെങ്കിലും ഉണ്ടായിട്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷം ഉണ്ടാവും. ഇവിടെ ഈ ജേണി അവസാനിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, എക്സാമിനർ +1 നമ്മുടെ +1 +2 ചാനൽസും നമ്മുടെ +1 +2 ബാച്ചസും ഒക്കെ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ബാച്ചസാണ്. മാത്രമല്ല നിങ്ങൾക്കറിയാം, 10th പോലെ അല്ല +1. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്നും നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്തും കേട്ടിട്ടുണ്ടാവും. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ CBSE ട്രാക്കിൽ തന്നെയാണ് +1 +2 ഫോളോ ചെയ്യാൻ പോകുന്നതെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. എക്സാംസ് ഒക്കെ +1 ബോർഡ് എക്സാം ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ സ്കൂളിലെ എക്സാംസും അതുപോലെ +2 ബോർഡ് എക്സാംസൊക്കെ ഈസി ആയിട്ടുള്ള എക്സാംസ് അല്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് വലൻ സാർ നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ +1 +2 CBSE പഠിച്ചവരാണ്. അതിൽ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് +2 നല്ല മാർക്ക് വാങ്ങിച്ചവരാണ്. എനിക്ക് 95% വലൻ സാർ 96+ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ +1 നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്യണം. അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് വെറുതെ നിങ്ങൾ ബ്ലൈൻഡായിട്ട് ചെയ്താൽ പോരാ. നിങ്ങൾക്ക് നല്ല ഗൈഡൻസ് വേണം, നല്ല ക്ലാസ്സസ് വേണം. അത് എക്സാമിനറുടെ അടുത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല. ഞാൻ നിങ്ങളെ നമ്മുടെ +1 അഗ്നി ബാച്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. +1 അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയായിരിക്കും. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാകുന്നതായിരിക്കും. ചാപ്റ്റർ വൈസ് NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ +1 ഫോളോ ചെയ്യുമ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്യുന്നുള്ള ലൈവ് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതായിരിക്കും. +1 മാത്രം നിങ്ങൾക്ക് PYQs ഇല്ലാത്തതുകൊണ്ട് PYQs CBSEക്കാർക്ക് ഉണ്ടാവില്ല. +2 എത്തുമ്പോൾ നിങ്ങൾക്ക് CBSE PYQs ഉണ്ടാകുന്നതായിരിക്കും. ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതുകൂടാതെ എക്സാമിനറുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾ നെക്സ്റ്റ് ഇയർ നമ്മുടെ +1 അഗ്നി ബാച്ചിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ എൻട്രൻസ് കൂടി പ്രിപ്പയർ ചെയ്യുന്നതിന് എൻട്രൻസിന് വേണ്ടി സെപ്പറേറ്റ് ബാച്ചസ് ഉണ്ടാകുന്നതായിരിക്കും. നീറ്റിന് വേണ്ടി സെപ്പറേറ്റ് ബാച്ച്, JEEക്ക് വേണ്ടി സെപ്പറേറ്റ് ബാച്ച്. ഈ രീതിയിലായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തത്. എല്ലാത്തിനും പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ട് പരിചിതമായ മുഖങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ CBSE ഈ ചാനലിൽ കണ്ട ഞാനും അർച്ചന മിസ്സും അലൻ സാറും മേഘാ മിസ്സും എല്ലാവരും ആരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവർ തന്നെയായിരിക്കും നിങ്ങൾ നെക്സ്റ്റ് ഇയർ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരായിട്ട് കംഫർട്ടബിൾ ആണ്, നമ്മളൊക്കെയായിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ, നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിപ്പിച്ചാൽ നല്ല മാർക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, നമുക്ക് +1 അടിച്ച് പൊളിച്ച് ആദ്യം മുതലേ പഠിക്കാം. അപ്പോൾ അങ്ങനെ +1 എക്സാമിനറിൻ്റെ കൂടെ പഠിച്ച് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഏറ്റവും ബെസ്റ്റ് അവസരം ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഫസ്റ്റ് 1000 സ്റ്റുഡൻസിന് മാത്രമേ നമ്മുടെ ബുക്ക് മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. മാത്രമല്ല നെക്സ്റ്റ് ഇയർ നമ്മൾ +1 CBSE കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ഫീച്ചർ നമ്മൾ ലോഞ്ച് ചെയ്ത് നമ്മുടെ ആപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ CBSE കോർണർ എന്ന് പറഞ്ഞിട്ടൊരു കോർണർ കാണാൻ പറ്റും. ആ ഒരു സ്ഥലത്ത് നമ്മൾ കുറേ CBSEക്കാർക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നിങ്ങളുടെ സ്കൂൾ എക്സാംസിന് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓറിയൻറ്റേഷനിലൊക്കെ പറയുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, എക്സാമിനറിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ പഠിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ വിളിക്കുക. എന്നിട്ട് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് ഇയർ നമുക്ക് അടിച്ച് പൊളിച്ച് എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാം, നല്ല മാർക്കും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അത്രേ പറയാൻ പോകുന്നുള്ളൂ. എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാൻ പോകുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ സാർ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഇയർ കാണാം.